ഇത് നമ്മുടെ 9ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് 81 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ദ പ്ലെയിൻ കംസ് ബിറ്റ്വീൻ ദ ഡാഷ് ആൻഡ് ദ ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഒബ്സർവർ ആൻഡ് പ്ലെയിൻ, ഒബ്സർവർ ആൻഡ് ഒബ്ജക്ട്, പ്ലെയിൻ ആൻഡ് ഒബ്ജക്ട്, നൺ ഓഫ് ദ എബോവ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എങ്ങനെയാണ് വരാമെന്ന് നോക്കി. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ നമുക്ക് നോക്കാം. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ പ്ലെയിന്റെ ബാക്കിലാണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിന്റെ താഴെ വെർട്ടിക്കൽ പ്ലെയിന്റെ ബാക്കിലാണ് വരുന്നത്. അങ്ങനെ വരുന്ന പ്രൊജക്ഷനെയാണ് നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയാം. സോ നമുക്ക് പിക്ചർ ഒന്ന് ഇമാജിൻ ചെയ്യാം, ആ പിക്ചർ ഒന്ന് കാണാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്ന ക്വാഡ്രന്റ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിട്ട് വരിക തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ. സോ ഒബ്സർവർ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഒബ്സർവർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്ലെയിൻ ആണ്, അത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ നോക്കുമ്പോൾ നമുക്ക് അതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്, ഒബ്സർവർ ആൻഡ് ഒബ്ജക്ട്. ദ പ്ലെയിൻ കംസ് ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് ഒബ്ജക്റ്റ് ആണ് 81st ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 82ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെന്റർ ലൈൻ, ലോക്കസ് ലൈൻ ആൻഡ് പിച്ച് സർക്കിൾ ആർ ഡ്രോൺ ആസ്. നമുക്കറിയാം സെന്റർ ലൈൻ, ലോക്കസ് ലൈൻ ഒക്കെ നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ലോങ് ആൻഡ് തിൻ ചെയിൻ ലൈൻസ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് അതിന്റെ ആക്ച്വൽ ലൈനുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. നോക്കാം. കണ്ടിന്യൂസ് തിക്ക് ലൈൻ, അതാണ് ഇത്. കണ്ടിന്യൂസ് തിൻ ലൈൻ, കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് ലൈൻസ്, തിൻ ചെയിൻ ലൈൻസ്, മീഡിയം ഡാഷ്ഡ് ലൈൻസ്, തിൻ ഡാഷ്ഡ് ലൈൻസ്. അപ്പൊ നമ്മുടെ ആൻസർ നമുക്കറിയാം ലോങ് ആൻഡ് തിൻ ചെയിൻ ലൈൻസ് ആണ് നമ്മൾ സെന്റർ ലൈൻ, ലോക്കസ് ലൈൻ, പിച്ച് സർക്കിൾ ലൈൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫോം ഓഫ് വെൽഡ് ജോയിന്റ് ഈസ് സ്പെസിഫൈഡ് ബൈ മീൻസ് ഓഫ് എ സിമ്പിൾ. ഇറ്റ് ഈസ് ലൊക്കേഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ആൻഡ് ഡാഷ് ആൻഡ് ഡാഷ്. വെൽഡിന്റെ സിമ്പിൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോം ഓഫ് വെൽഡ് ജോയിന്റ് ഈസ് സ്പെസിഫൈഡ് ബൈ മീൻസ് ഓഫ് എ സിമ്പിൾ. ഏത് സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ വെൽഡ് ജോയിന്റ് സ്പെസിഫൈ ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആക്സിസ് ആൻഡ് സൈസ്, ഏറോ ആൻഡ് ഡാഷ്ഡ് ലൈൻ, ആക്സിസ് ആൻഡ് സെന്റർ ലൈൻ, ആൻഡ് ഓപ്ഷൻ ഡി ഏറോ ആൻഡ് റെഫറൻസ് ലൈൻ. നമുക്കറിയാം നമുക്കൊരു വെൽഡ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ വെൽഡ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഏറോ ഹെഡ് ഉള്ള ഒരു ലൈനും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഡാഷ്ഡ് ലൈനും ഉണ്ടാവും. നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് ഇപ്പോൾ 83ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഏറോ ആൻഡ് റെഫറൻസ് ലൈൻ ആണ് നമുക്ക് വരുന്നത്. So 84th question. To prevent leakage through the rivet joint, the plates are firmly forced together by dash and dash. നമുക്ക് റിവറ്റ് ജോയിന്റ് വഴി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലേറ്റ്സ് ഫോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലേറ്റുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ആ മെത്തേഡിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. റിവറ്റ് ജോയിന്റ് യൂസ് ചെയ്യുമ്പോൾ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡുകളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. 84th ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആൻസറുകൾ ഒന്ന് പരിശോധിക്കാം. ഇൻ ഓർഡർ ടു മേക്ക് ദ ജോയിന്റ്സ് ലീക്ക് പ്രൂഫ് ഓർ fluid tight in pressure vessel like steam boilers, air receives and tanks, etc., a process known as choking is employed. In this process, narrow blunt tool called caulking tool about 5 mm thick and 38 mm breadth is used. The edges of the tool is grounded to an angle of 80 degree. ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ഈ ടൂൾ വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ കോക്കിംഗ് എന്ന് പറയുന്നത്. കോക്കിംഗ് ടൂൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ലീക്ക് പ്രൂഫ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുള്ളറിംഗ് നമുക്ക് നോക്കാം. എ മോർ സാറ്റിസ്ഫാക്ടറി വേ ടു മേക്ക് ദ ജോയിന്റ്സ് stretch is known as fullering, which has largely suppressed choking. In this process, a fulling tool with a thickness of the end equal to plate is used in such a way that greatest pressure due to the blow occur near the joint, giving a clear finish with less risk to damaging the plate. അതിനെയാണ് നമ്മൾ ഫുള്ളറിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് മെത്തേഡ്സ് വഴിയാണ് നമ്മൾ ലീക്ക് പ്രൂഫ് ജോയിന്റുകൾ നമ്മൾ റിവറ്റ് ജോയിന്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുക. സോ 84th ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ടു പ്രിവെന്റ് ലീക്കേജ് ത്രൂ ദ റിവറ്റഡ് ജോയിന്റ്സ് ദ പ്ലേറ്റ്സ് ആർ ഫേംലി ഫോഴ്സ്ഡ് ടുഗദർ ബൈ കോക്കിംഗ് ആൻഡ് ഫുള്ളറിംഗ് മെത്തേഡ്. ഓപ്ഷൻ എ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് ഈസ് എ ടെമ്പററി ഫാസ്റ്റനിങ് മെത്തേഡ്. ഏതാണെന്ന് ചോദിച്ചിരിക്കണേ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റിവറ്റിംഗ്, നട്ട് ആൻഡ് ബോൾട്ട്, സോൾഡറിംഗ് ആൻഡ് ബ്രേസിംഗ്. നമുക്കറിയാവുന്ന മെത്തേഡുകളൊക്കെ തന്നെയാണ്. നമുക്ക് എന്നാലും നോക്കാം. നമുക്കറിയാം റിവറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊസീജിയറിൽ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ റിവറ്റിംഗ് എന്ന് പറയുക. ഇത് നമുക്ക് സോൾഡറിംഗ് ആണ്, ഇത് ബ്രേസിംഗ് ആണ്, ഇത് നട്ട് ആൻഡ് ബോൾട്ട് മെത്തേഡാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ടെമ്പററി ഫാസ്റ്റനിങ് മെത്തേഡാണ്. അപ്പോൾ റിവറ്റിംഗ്, സോൾഡറിംഗ്, ബ്രേസിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു പെർമനന്റ് ഫാസ്റ്റനിങ് മെത്തേഡാണ്. അപ്പോൾ ഓപ്ഷൻ ബി നട്ട് ആൻഡ് ബോൾട്ട് ആണ് ടെമ്പററി ഫാസ്റ്റനിങ് മെത്തേഡായിട്ട് വരുന്നത്. 86th ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് നോട്ട് ആൻ ഇനേർട്ട് ഗ്യാസ് യൂസ്ഡ് ഇൻ MAG വെൽഡിംഗ്. MAG വെൽഡിംഗ് അല്ലെങ്കിൽ മിഗ് വെൽഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ
GMAW welding എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Gas metal arc welding GMAW, sometimes referred to by its subtypes metal inert gas MIG welding or metal active gas MAG welding, is a welding process in which an electric arc forms between a consumable MIG wire electrode and the workpiece metal, which heats the workpiece metals, causing them to melt the joint. ഇതാണ് നമുക്ക് MAG വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസുകൾ എന്ന് പറയുന്നത് ആർഗൺ, ഹീലിയം, നിയോൺ ഒക്കെയാണ്. നമ്മൾ അവിടെ യൂസ് ചെയ്യാത്ത ഒരു ഇനേർട്ട് ഗ്യാസ് ചോദിക്കുമ്പോൾ നമുക്കിവിടെ ആൻസർ പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, CO2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രാസ് ഈസ് എൻ അലോയ് ഓഫ്, നമുക്കറിയാം ബ്രാസ് ഈസ് എൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിന്റെയും സിങ്കിന്റെയും ഒരു അലോയ് ആണ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിന്റെയും ടിന്നിന്റെയും അലോയ് ആണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ ആൻസർ നോക്കാം. കോമ്പോസിഷൻ ആണ് വരുന്നത്. കോപ്പർ 56.7% ആണ് വരുന്നത്. അലുമിനിയം 0.03, മെയിൻ കോൺസ്റ്റന്റും ആയിട്ടുള്ള കോപ്പർ 56.7 ആണെങ്കിൽ സിങ്ക് 39.85 ആണ് വരുന്നത്. ടിന്ന് അതിലുണ്ട്, ടിന്ന് വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ലെഡ് 3% വരുന്നുണ്ട്. സോ നമുക്ക് അറിയാം ഇതിന്റെ കോമ്പോസിഷനിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് പ്രിൻസിപ്പൽ കോമ്പോസിഷൻസ് എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ആണ്. സോ ദിസ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ബ്രാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഓപ്പറേഷൻ കൺസിസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് ഹാർഡ് മെറ്റൽ ഓൺ എ സോഫ്റ്റ് ബേസ് മെറ്റൽ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് സർഫസ് ഹാവിംഗ് ഹാർഡ്നെസ് ആൻഡ് റെസിസ്റ്റൻസ് ടു എബ്രേഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റലിന്റെ സർഫസിൽ ആ മെറ്റലിന് സർഫസ് ഹാർഡ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെറ്റലിന് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ കോട്ട് ചെയ്യുന്ന അഡീഷണൽ ലെയർ, ഡെപ്പോസിറ്റിംഗ് ലെയർ ഓഫ് ഹാർഡ് മെറ്റൽ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നാണ് ചോദിച്ചേക്കണേ. നമുക്കിവിടെ ഹാർഡനിങ്, ഹാർഡ് ഫേസിങ്, ആർക്ക് വെൽഡിങ്, ടെമ്പറിങ് എന്നുള്ള പ്രോസസ്സുകളാണ്. ഇതിൽ ഹാർഡനിങ്ങും ടെമ്പറിങ്ങും ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകളാണ്. ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ജോയിനിങ് മെത്തേഡാണ്. അപ്പൊ നമുക്കിവിടെ ലെയർ കൊടുത്ത്, അഡീഷണൽ മെറ്റൽ ലെയർ കൊടുത്ത് സോഫ്റ്റ് ബേസ് മെറ്റൽസിനെ സർഫസ് ഹാർഡ്നെസ് കൊടുക്കാനായിട്ട് ചെയ്യുന്ന മെത്തേഡിന് നമ്മൾ ഹാർഡ് ഫേസിങ് എന്നാണ് പറയുക. ഓപ്ഷൻ ബി, ഹാർഡ് ഫേസിങ്. ഹാർഡ് ഫേസിങ് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള സർഫസുകളൊക്കെ ഹാർഡൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് വിയർ അല്ലെങ്കിൽ ടിയർ ഒക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള പ്രോസസ്സിന് വേണ്ടി ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഹാർഡ് ഫേസിങ് എന്ന് പറയുന്നത്. മെറ്റലിന്റെ സർഫസ് ഹാർഡൻ ചെയ്യാൻ വേണ്ടി മറ്റൊരു ലെയർ കൊടുത്ത് സ്ട്രെങ്ത് കൊടുക്കുന്ന മെത്തേഡിനെയാണ് ഹാർഡ് ഫേസിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 89th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടങ്സ്റ്റൺ ഈസ്, നമുക്കറിയാം ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ടങ്സ്റ്റൺ ഒരു ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽ ആണ്. 3410 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. നമുക്ക് കുറച്ചും അധികം മെറ്റൽസുകളുടെ മെൽറ്റിംഗ് പോയിന്റുകൾ നമുക്കൊന്ന് പഠിക്കാം. ടങ്സ്റ്റന്റെ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് 3410 ഡിഗ്രി. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലും തൊട്ടിപ്പുറത്ത് കൊടുത്തേക്കുന്നത് ഫാരൻഹീറ്റിലും ആണ്. 6170 ആണ് ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. അതേസമയം നമുക്ക് കുറച്ച് മേജർ എലമെന്റ്സ് നോക്കാം. ടിന്നിന്റെ 232 ആണ് വരുന്നത്. ലെഡ് 327, സിങ്ക് 419, അലുമിനിയം 660, ബ്രാസ് 940, സിൽവർ 960, ഗോൾഡ് 1063, കോപ്പർ 1080, കാസ്റ്റ് അയൺ 1177, അതുപോലെ തന്നെ നിക്രോം അല്ലെങ്കിൽ സ്റ്റീൽ വരുന്നത് 1410, നിക്കൽ 1450. ഇത്രയൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ്. നമുക്കിതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. മെറ്റൽസ് അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ പെടുന്ന എലമെന്റ്സിന്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ്സ് എക്സാമിന് വളരെയധികം ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 3410. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഡിഫക്ട് ക്യാൻ ബി ഫൗണ്ട് ബൈ വിഷ്വൽ എക്സാമിനേഷൻ അറ്റ് ദ വെൽഡ് ജോയിന്റ്? ക്വസ്റ്റ്യൻ നമ്പർ 90. നമുക്ക് നേക്കഡ് ഐ കൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന വിഷ്വൽ വെൽഡ് ജോയിന്റിൽ വരുന്ന ഡിഫക്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കണേ. നമുക്ക് ഓപ്ഷൻസിൽ മിസ്അലൈൻമെന്റ് ഓഫ് പാർട്സ്, ലാക്ക് ഓഫ് ഫ്യൂഷൻ, റൂട്ട് ഡിഫക്ട്, ടി ഫില്ലർ വെൽഡ്. ഓപ്ഷൻ ഡി, ഇന്റർ ലീഡ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്, ഫ്യൂഷൻ കുറയുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല, കാരണം സർഫസിലാണ് വരെ ഇന്റേണൽ ആയിട്ടാണ് വരുന്നത്. റൂട്ട് ഡിഫക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഏറ്റവും താഴത്ത് വരുന്നതിനെയാണ് നമ്മൾ റൂട്ട് ഡിഫക്റ്റ് എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇന്റർ ലീഡ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് മെറ്റലിന്റെ ഉള്ളിൽ സ്ലാഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നേക്കഡ് ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഒറ്റയടിക്ക് വളരെ ഈസി ആയിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, മിസ്അലൈൻമെന്റ് ഓഫ് പാർട്സ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, മിസ്അലൈൻമെന്റ് ഓഫ് parts is a defect can be found by visual examination of the weld joint. Okay, thank you.